തിരിമറി തെളിയുമോ എന്നാണ് നമ്മുടെ ചോദ്യം. മധു, തിരിമറി തെളിയില്ല സ്മൃതി മാഡം. നേരത്തെ പി ആർ സുനിൽ പറഞ്ഞ വാഷിംഗ് മെഷീനൊക്കെ ഒരു പരിധിയുണ്ട് എന്നതുണ്ട്. പി സി ജോർജ് നെ അലക്കി വെളുപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നൊരു വാഷിംഗ് മെഷീൻ ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട്. കേസും കൂട്ടവും ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ പി സി ജോർജ് ഈ നാടിൻ്റെ ജനാധിപത്യത്തിനും മതേതരമായ നിലയ്ക്കുമൊക്കെ നൽകിയിരിക്കുന്ന ഡാമേജ് വലുതാണ്. നമുക്ക് ഓർമ്മയുണ്ട് അനന്തപുരി സമ്മേളനത്തിൽ പി സി ജോർജ് നടത്തിയ പരാമർശം. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് നടത്തിയ പരാമർശം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ വെച്ച് അദ്ദേഹം അനന്തപുരി സമ്മേളനത്തിൽ നടത്തിയ പരാമർശമോ അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളോ ആവർത്തിക്കാൻ കഴിയുന്ന ബലമാർക്കെങ്കിലും ഉണ്ടോ? അത് പറയാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. മനുഷ്യൻ മറന്നിരിക്കുന്നവർ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ വളരെ വർഗീയമായ മോശപ്പെട്ട സാഹചര്യം. ഇപ്പം നോക്കൂ, ഈവൻ വെള്ളാപ്പള്ളി നടേശനുമായി പോലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള വിദ്വേഷം വമിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന വാഷിംഗ് മെഷീനിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ഉറപ്പിച്ചത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പി സി ജോർജാണ്. പി സി ജോർജ് ഒരു കാലത്ത് പൂഞ്ഞാറുകാർക്ക് ഒരു ഹീറോ ഇമേജ് ഉണ്ടായിരുന്ന ഒരാളാണ്. സ്വന്തം നാക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് പി സി ജോർജ് ഇന്ന് കാണുന്ന പി സി ജോർജായി മാറിയിരിക്കുന്നത്. അപ്പോൾ ആ നാക്കൊരു കേമത്തമാണെന്ന് വിചാരിക്കാൻ കഴിയുന്ന ശേഷി അല്ലെങ്കിൽ സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടായിപ്പോയി എന്നിടത്താണ് പി സി ജോർജിൻ്റെ ബി ജെ പി എൻട്രി എന്ന് പറയുന്നത്. അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നികൃഷ്ടമായ പരാമർശങ്ങൾ നടത്തിയതിന് ശേഷം പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിനൊരു ഫാദർ ഫിഗറാണ് അല്ലേ? അത് പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ വി ഡി സതീശനോ എന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാദർ ഫിഗറാണ്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചൊരു നികൃഷ്ടമായ പരാമർശം നടത്തുക, പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് തിരുത്തി പറയുക, ഇത്രയും കാലം ഉണ്ടാക്കിയ ഡാമേജിന് പി സി ജോർജിന്റെ തിരുത്തി പറയലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ കഴിയുമോ? അക്ഷന്തവ്യമായ രാഷ്ട്രീയത്തിൽ എന്നുള്ളതല്ല, മനുഷ്യത്വപരമായി പോലും തിരുത്താൻ കഴിയാത്ത ഒരുപാട് തെറ്റുകൾ ആ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ പേരാണ് പി സി ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരാളാണ് പി സി ജോർജ്. തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് എന്തൊക്കെയാണ് പറഞ്ഞത്? 4.5 കോടി രൂപ മണ്ഡലത്തിലേക്ക് അയച്ചു. ആ 4.5 കോടി രൂപയുടെ കണക്ക് ഞാൻ ചോദിച്ചു. സജി കുരിക്കാട്ട് എന്ന് പറയുന്ന ആളോട് ഞാൻ കണക്ക് ചോദിച്ചു. 3 ദിവസം കണക്ക് തന്നില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്, 3 ദിവസം കണക്ക് തന്നില്ല. 3ാമത്തെ ദിവസം 4.5 കോടിയുടെ കണക്ക് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ ഞാൻ വിളിച്ചു ചോദിച്ചു. 31,000 രൂപ ഒരു ബൂത്ത്, എത്ര ബൂത്ത് ഉണ്ടാകും ഒരു മണ്ഡലത്തിൽ നിന്ന് ആലോചിക്കണം, ഒരു ബൂത്തിലേക്ക് വരേണ്ടതാണ്. ആ ബൂത്തിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഏത് പൈസ എന്നവരെന്നോട് ചോദിച്ചു. അപ്പോൾ കൊടുക്കേണ്ട ആളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഞാൻ കൊടുക്കാൻ മറന്നുപോയി എന്നാണ്. പിന്നീട് ഞാൻ ആ പണം തിരികെ വാങ്ങി, അത് ബൈബിളിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ്. ഞാൻ എരുമേലി പോയപ്പോൾ എന്നെ കുറച്ച് പേര് തെറ്റിദ്ധരിപ്പിച്ചു, അതുകൊണ്ട് ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിച്ച 4.5 കോടിയുടെ കണക്കോ? ഇദ്ദേഹം 3 ദിവസം ചോദിച്ചിട്ട് കിട്ടാതിരുന്ന് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിച്ച് ഇദ്ദേഹം കണ്ട് ബോധിക്കപ്പെട്ട 4.5 കോടിയുടെ കണക്ക് എവിടെയാ? എരുമേലിക്കാരെന്തോ പറഞ്ഞപ്പോഴുണ്ടായ തെറ്റിദ്ധാരണയാണോ, അതോ ഞാൻ കണ്ട് ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന 4.5 കോടി രൂപയാണോ? പി സി ജോർജ് വ്യക്തമാക്കാമോ? ഇല്ല, അദ്ദേഹത്തിന് അത് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞത് മാറ്റി പറയാനും മാറ്റി പറഞ്ഞതെന്ന് തിരിച്ചു പറയാനുള്ള ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം ധരിച്ചു പോകുന്നു. അപ്പോൾ കണ്ട് ബോധ്യപ്പെട്ട 4.5 കോടിയുടെ കണക്ക്, കണ്ട് ബോധ്യപ്പെട്ട് അത് തരികിടയാണ് എന്ന് തിരിച്ചറിഞ്ഞ 4.5 കോടിയുടെ കണക്ക് അദ്ദേഹം ഊതി പറപ്പിച്ച് കളഞ്ഞു, പൊക്കയാക്കി കളഞ്ഞു എന്നതാണ് സാഹചര്യം. എന്നിട്ട് ഈ 4.5 കോടി രൂപയുടെ കണക്ക് അദ്ദേഹം അങ്ങനെ ഒരു സംഭവമില്ലാത്ത പച്ചക്കള്ളമാണ്. ഈ സജി കൂരിക്കാട്ട് എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹം സത്യസന്ധനാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ആരോപണങ്ങളും ഇല്ല കേട്ടോ. കാരണം സജി കൂരിക്കാട്ടിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിലാണ്. അപ്പോൾ നമുക്കറിയാത്തൊരു മനുഷ്യൻ ഈ പറയുന്ന അട്ടിമറി കാണിച്ചു, സാമ്പത്തിക ക്രമക്കേട് പറഞ്ഞു എന്ന് നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. അത് പറഞ്ഞ ആളുടെ പേര് പി സി ജോർജ് എന്നാണ്. ഇനി ഈ സജി കൂരിക്കാട്ട് എന്ന് പറയുന്ന ആൾ പി സി ജോർജുമായി വർഷങ്ങളുടെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ബി ജെ പിക്കാരനല്ല, ജനപക്ഷത്ത് നിന്ന് ബി ജെ പിയിലേക്ക് പി സി ജോർജിനൊപ്പം വന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങളായി പരിചയമുള്ള, അദ്ദേഹത്തോടൊപ്പം ബി ജെ പിയിലേക്ക് വന്ന, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം അടക്കം ചെയ്ത സജി കൂരിക്കാട്ടിനെ കുറിച്ച് എരുമേലിയിലെ ഒരു യോഗത്തിന് ആദ്യമായിട്ട് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച കുറച്ച് ഈ പച്ചക്കള്ളം, പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പച്ചക്കള്ളം കേട്ട് സജി കുരിക്കാട്ടിനെ തള്ളി പറഞ്ഞ ആളുടെ പേരാണ് പി സി ജോർജ്. ഇത്രയും കാലം കൂടെ കൊണ്ടുവരുന്ന, നിഴല് പോലെ കൊണ്ടു കിടന്ന മനുഷ്യൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ തള്ളി പറയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു സജി കുരിക്കാട്ട് സത്യസന്ധനാണ്, അദ്ദേഹമാണ് ഹരിചന്ദ്രൻ കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ എന്ന നിലയ്ക്ക് പിന്നീട് അത് തള്ളി പറയുകയും ചെയ്യുന്നു എന്നതാണ്. CPM ആവശ്യപ്പെടുന്ന ED അന്വേഷണമാണ്. KC വേണുഗോപാൽ പറയുന്നത് ഇതൊക്കെയാണ് ഈ 10-12 വർഷത്തെ ഭരണം കൊണ്ട് BJP രീതിയായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്.
തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ അവിടെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ സിമി എന്ന് പറയുന്ന ഒരു സ്ത്രീ പോയി കൈവെള്ളയിൽ പണം വെച്ച് കൊടുക്കുന്ന സാഹചര്യം അടക്കം വന്നു. ഏതോ ഈ പറയുന്ന സിമിയുടെ ഏതോ ഒരു വല്യമ്മയാണ് എന്നായിരുന്നു അന്നത്തെ ന്യായീകരണം. എന്നിട്ട് ആ പണം കൊടുക്കുന്ന കാര്യമടക്കം മൊഴിയെടുക്കാനോ മറ്റോ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു എന്നാണ് ഏറ്റവും അവസാനം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞത്. ആ കേസ് എവിടെയും എത്തിയിട്ടില്ല. നാട് മുഴുവൻ ഈ പറയുന്ന ഈ മാർക്കറ്റ് ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കിറ്റ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ആ കിറ്റുകൾ തരുമെന്ന ആളുകളെ പറഞ്ഞ് ബോധിപ്പിച്ച് അവരൊക്കെ സുനിൽകുമാറൊക്കെ തൃശ്ശൂരിൽ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ സമരം നടത്തിയ സാഹചര്യം നമുക്കറിയാം. അങ്ങനെ വോട്ടിന് സാരി, വോട്ടിന് നോട്ട്, വോട്ടിന് കിറ്റ് തുടങ്ങിയ തിരിമറികളെല്ലാം നടന്നു. പലചരക്ക് കടയിലെ ബില്ല് വെച്ച് കേന്ദ്ര നേതൃത്വം സൗജന്യമായി കൊടുത്ത കൊടിക്കും ചിഹ്നത്തിനും കണക്കുണ്ടാക്കി അതിന്റെ ബില്ല് എടുത്തു കൊടുത്തു. അതിൽ പരാതി കൊടുത്ത ഒരു BJP കാരനാണ്. 10-12 കോടി രൂപ. പിന്നെ മറ്റൊന്ന്, തൃശ്ശൂരിൽ ഓഫീസിൽ 16 കോടി രൂപയോ മറ്റോ ചാക്കുകെട്ടിൽ കെട്ടിവെച്ചു എന്ന് ഓഫീസ് സെക്രട്ടറി വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തിയവരൊക്കെ പാർട്ടിക്ക് പുറത്തുപോയി. ഈ പണമൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ വളരെ വ്യക്തിപരമായൊരു അറിവ് പറയാം. 2014 തെരഞ്ഞെടുപ്പ് അതിനുശേഷം BJPയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പണം കൃത്യമായി സംസ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ ഓരോ ഇടങ്ങളിലും ഉത്തരവാദിത്തമുള്ള 3-4 നേതാക്കളുണ്ടായിരുന്നു. അവർക്ക് ഒരേ സമയത്താണ് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നത്. അതിൽ നിന്ന് ചില്ലിക്കാശ് ചെലവഴിക്കണമെങ്കിൽ അവരുടെ കളക്റ്റീവ് ഉത്തരവാദിത്തത്തിൽ മാത്രമേ നടക്കുമുള്ളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ആ സിസ്റ്റം മാറിയിരിക്കുന്നു. അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമുണ്ടായി. ആ സമയത്താണ് ഈ പറയുന്നത് പോലെ വീണ്ടും ഈ അക്കൗണ്ടബിലിറ്റി പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ മറുവിഭാഗം നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചു. ആ വിമർശനം ഉന്നയിച്ച നേതാക്കൾക്കെതിരെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടെന്താണെന്നറിയാമോ? പുറത്തു പറഞ്ഞു, വിവാദമുണ്ടാക്കി, പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതായിരുന്നു നിലപാട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേ ഇത് പുറത്തു പറയരുത് എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഈ കമ്മീഷനെ നിയമിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരുടെ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന് മുന്നിൽ മൊഴി നൽകാൻ പരാതിക്കാർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ഘട്ടത്തിലേക്ക് മൊഴിയെടുപ്പ് മാറ്റിവെക്കണം. അവരോട് വരാൻ പാർട്ടി നിർദ്ദേശിക്കണം. പാർട്ടി നിർദ്ദേശിക്കണം, പരാതി നൽകാൻ പാർട്ടി നിർദ്ദേശിക്കണം. കാരണം ഇതിന്റെ ഉള്ളുകളി അറിയണ്ടേ. പക്ഷെ എന്താണ്, വന്നില്ല, എളുപ്പമായി, കേസ് വൈൻഡപ്പ് ചെയ്തു, ഇനിയിപ്പോൾ കേസില്ല എന്നുള്ളതാണ്. ഇങ്ങനെയെല്ലാം ഈ പറയുന്ന വോട്ടിന് നോട്ട് മുതലുള്ള പരാതികൾ മുഴുവൻ കെട്ടി ഏതെങ്കിലും ഒരു അട്ടത്ത് വെക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു പൂഞ്ഞാറിലെ വെടിപൊട്ടിക്കൽ PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത്, ഒരു കഥ വായിക്കുമ്പോൾ ആദ്യത്തെ പേജ് വായിച്ചാൽ പോരാ, പിന്നീട് PC ജോർജ് തിരുത്തിയല്ലോ. അപ്പൊ അവസാനത്തെ പേജും വായിക്കണം, അതിനുശേഷം ആ കഥ ശുഭപര്യവസായി എന്ന് പറഞ്ഞ് അടച്ചു വെക്കണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള സമൂഹത്തിന് അത് സൗകര്യമുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ആ കഥയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളും അവസാനത്തെ പേജിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ അവ്യക്തതയുണ്ട്. അതാണ് പറഞ്ഞത്. നാളെക്കോടിയുടെ അദ്ദേഹം കണ്ടു ബോധ്യപ്പെട്ട കണക്കും അദ്ദേഹം പിന്നീട് പറഞ്ഞ ഈ സജി കുരിക്കാട്ടിനോടുള്ള വിശ്വാസ്യതയും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. എരുമേലിയിൽ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതല്ല എന്ന വസ്തുത അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയും പഴയ നിലപാടിനും ഇടയിൽ ഇങ്ങനെ വെണ്ടയ്ക്ക വലിപ്പത്തിൽ നിൽക്കുന്നുണ്ട് എന്നതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സജി കുരിക്കാട്ട് കൊടുത്ത കണക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയാവുന്നതാണോ? ആ കണക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? സംസ്ഥാന നേതൃത്വത്തിന്റെ ഓഡിറ്റും കേന്ദ്ര നേതൃത്വത്തിന്റെ ഓഡിറ്റും ചെലവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. ശരിയാണ്, 40 ലക്ഷം. ഇപ്പൊ നേരത്തെ നമ്മളൊരു ചർച്ചയിലിരിക്കുമ്പോൾ നമുക്കത് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും 40 ലക്ഷത്തിന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികളുടേത് എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അത് പുറത്തു പറഞ്ഞാൽ അന്വേഷിക്കാനുള്ള ബാധ്യതയും പുറത്തു പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള ബാധ്യതയും അതാത് നേതൃത്വത്തിനുണ്ട്. പക്ഷേ അത് അടഞ്ഞൊരധ്യായം എന്ന നിലയ്ക്ക് കോംപ്രമൈസ് ആക്കി വെക്കാനുള്ള ഒരു തിടുക്കമാണ് ഇന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. BJPയുമായി സംബന്ധിച്ച് പണവുമായി ബന്ധപ്പെട്ട് ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറികൾ ഉണ്ടായ തെരഞ്ഞെടുപ്പാണിത്. അവർക്കത് കുഴപ്പമില്ല എന്നതാണ് അവരുടെ നിലപാട്. Meet the editors.